ഇപ്പോൾ 60 കഴിഞ്ഞ ഗണേഷ് കുമാർ പല കല്യാണങ്ങൾ കഴിഞ്ഞിട്ടും അവരെയൊക്കെ എന്ത് ചെയ്തിരിക്കണു? ഇത്രയും സ്ത്രീകൾ അദ്ദേഹം അയാൾ പറയണു 5000-ൽ പരം പ്രണയങ്ങളുണ്ടെന്ന്. പ്രണയത്തിന് അദ്ദേഹം നെഹ്റു തൊട്ട് നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായ നമ്മുടെ മാധവി കുട്ടി മേഡത്തിനെ വരെ ഉദാഹരീകരിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ചെറ്റ പൊക്കാൻ പോകുന്ന പരിപാടിയല്ല അവരൊന്നും ചെയ്തിരുന്നേ. അവർക്കൊക്കെ അതിനൊരു ക്വാളിറ്റി ഇത് ഈ ഇത്രയും വലിയ മോശം പരിപാടികൾ ചെയ്തിട്ട് ഇതിനെ പ്രണയം എന്ന് പേരിട്ട് പ്രണയത്തിൻ്റെ ഡെഫിനേഷൻ അതിൻ്റെ ഒരു മീനിങ് ഇദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹം വേശ്യാലയങ്ങൾ അല്ലെങ്കിൽ വേശ്യാവൃത്തിക്കാണ് പ്രണയം എന്ന് പറയണമെന്നാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു ചിന്ത. അതാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം. അപ്പം അതൊക്കെ ഇന്ന് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതിന് ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ചെറുപ്രായമുള്ള അവൻ ചെയ്തത് ന്യായമാണെന്ന് 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA ആവാനും വേണ്ടി കൂടിയാണല്ലോ യുവാവായി അവൻ ഇത് പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ അത് ചെയ്തതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പിന്നാലെ പോവില്ലായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ തെറ്റാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. സ്വന്തം ഭാര്യയുള്ള വീട്ടിൽ സ്വന്തം ഭാര്യയുടെ കാണുക ഇത്രയും വലിയ വൃത്തികേട് ചെയ്ത് ഇത്രയധികം പരസ്ത്രീകളെ പ്രാപിച്ചിട്ട് അദ്ദേഹം എൻ്റെ പ്രണയമാണ് അതൊക്കെ എന്ന് പറയുന്ന ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ. തന്നെയല്ല 2 ആഴ്ചയായിട്ടുള്ളൂ മാങ്കൂട്ടത്തിലിന് ഇത്രമാത്രം വിമർശിച്ചിട്ട്. വിമർശിച്ച ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഇതിനെ പ്രണയം എന്ന് പേരിടുന്നത്. അപ്പോൾ മാങ്കൂട്ടത്തിന് എന്താ ഇത് പ്രണയമാവില്ലേ? എന്ത് മര്യാദക്കേടാണ് ഈ പറയുന്നത്? വളരെ മോശം. ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ അടിപടലേ മാറ്റാൻ കഴിവുള്ള ഒരു ഗാന്ധിയെ പോലെ. ഇതിനകത്ത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു കണ്ണീരിന്റെ ഒരു ശാപം ഗണേശനെ പിന്തുടരുന്നുണ്ടോ? അതൊക്കെ ഇപ്പം നമ്മൾക്ക് അദ്ദേഹത്തെ കുടുക്കിയത് ഉമ്മൻചാണ്ടി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുടുക്കിയതാണെന്നും അദ്ദേഹത്തിൽ സത്യസന്ധനാണെന്നും ഈ സരിതയായിട്ടെന്നല്ല ഈ വിഷയങ്ങളായിട്ട് പോലും ഒരു പരിധി വിട്ടൊരു ബന്ധമുണ്ടെന്ന് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം ചിലപ്പോൾ ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയൊക്കെ പോയിണ്ടാവാം. അല്ലാതെ അതിപ്പോൾ ഒരു സംവിധാനത്തിലിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ അത് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം എന്നല്ലാതെ അദ്ദേഹം ഇതിലൊന്നും ഒരു ശതമാനം പോലും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തോട് നമുക്ക് വലിയ ബഹുമാനമാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കണ്ണീരോട് പറഞ്ഞത് ഗണേശനായിരുന്നു ഇതിന്റെ പിന്നില് ഗണേശൻ മാത്രമല്ല പലവരും ഉണ്ട്. പലവർക്കും എന്താ പറയുക, നമ്മൾ ഈ ആങ്ങളെ ചത്താലും നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. അതുപോലെയാണ് പലവരും അതിനു വേണ്ടിയൊക്കെയാണ് പ്രവർത്തിച്ച് ഓരോരുത്തർക്കും അതിൻ്റേത്. ഇപ്പം ഗണേശന് എങ്ങനെ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടുന്നു?